ഒരു ഷോപ്പിംഗ് വേണം. അത് ചെറുതായാലും വലുതായാലും അത് നിർബന്ധമുള്ള കാര്യമാണ്. കുട്ടികൾക്കാണെങ്കിൽ ടോയ്സ് വാങ്ങണം. എന്നെ പോലുള്ളവർക്കാണെങ്കിൽ ഫാൻസി ഐറ്റംസിനോടാവും കമ്പം. ഇവിടെ ഒരു ബോക്സ് മൂക്കുത്തിയുണ്ട്. കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ടൊരു മൂക്കുത്തി ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ മൂക്കുത്തി ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ പൂരത്തിൻ്റെ ഭാഗമാണ്. ഇതുപോലുള്ള പുതിയ ഐറ്റംസ് എല്ലാം ട്രയൽ ചെയ്യുക, അങ്ങനെ പലതും. കുട്ടികളെയും കൊണ്ട് ഇതുപോലുള്ള കടയിൽ കയറിയാൽ ആന കരിമ്പിൻ കാട്ടി കയറിയ അവസ്ഥയാണ്. അവർ നോക്കുന്നതായിരിക്കില്ല എടുക്കുന്നത് അധികം നോക്കുകയില്ല. ഇവിടെ ഒരുപാട് പഴക്കം ചെന്ന ഒരു ഹോട്ടലുണ്ട്. അവിടുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവിടുത്തെ മുത്തശ്ശി എനിക്കിതുപോലെ കുറച്ച് പൂക്കൾ കെട്ടിയത് ഗിഫ്റ്റ് ചെയ്യുന്നത്. നല്ല മണമുള്ള മുല്ലപ്പൂവ്. അവർക്ക് വേണ്ടി കെട്ടിയതായിരിക്കാം. പെൺകുട്ടികൾക്ക് ഇതുപോലെ പ്രതീക്ഷിക്കാത്ത നേരത്ത് പൂ കിട്ടുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ഹോട്ടലിൽ കയറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പഴക്കമുള്ള ഹോട്ടലാണിത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ തൊട്ടുള്ള ഹോട്ടലാണിതെന്നാണ് അവരൊക്കെ പറയുന്നത്. ഏകദേശം ഒരു 100 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ടെന്ന് സാരം. ഒരുപാട് ഫോട്ടോസും കലണ്ടറും അങ്ങനെ ഒരു പഴമയെ സൂചിപ്പിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. മുത്തശ്ശി തന്ന മുല്ലപ്പൂ ഞാൻ വെക്കുകയാണ്, കൂടെ മുക്കുത്തിയും. എന്താ കോമ്പിനേഷൻ! മുല്ലപ്പൂവും മുക്കുത്തിയും. വളരെയധികം നൊസ്റ്റാൾജിയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു അത്. കടയിൽ നല്ല തിരക്കുള്ളതുകൊണ്ട് വേഗം ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് എല്ലാ ഐറ്റംസും വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കിട്ടുന്നത്. ചായ 12 രൂപയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷെ 10 രൂപയുള്ളൂ കേട്ടോ. അതുപോലെ ഉഴുന്നുവടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അടുത്ത കാലത്തൊന്നും ഇതുപോലുള്ള ചായക്കടയിലൊക്കെ കയറി ചായ കുടിച്ചിട്ടില്ല. പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇവരിവിടെ ചട്ടിയിലൊക്കെ വെള്ളം ചൂടാക്കുന്നുണ്ട്, അതും അടുപ്പൊക്കെ കത്തിച്ചിട്ട്. ഒരുപാട് പഴക്കം ചെന്ന അടുക്കളയുടെ മാതൃകയാണിത്. ഇതിൻ്റെ കംപ്ലീറ്റ് നിർമ്മാണ രീതിയും ഒരു പഴഞ്ചൻ മട്ടിലുള്ളതാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവർ താമസിക്കുന്നതും. വേല അമ്പലം കയറാനായി. തിരക്ക് വരുന്നതിന് മുമ്പ് തൊഴുതിറങ്ങാമെന്ന് വിചാരിച്ചു. അമ്പലത്തിനടുത്ത് വീടുള്ളവർ വേല വരാൻ കാത്തിരിക്കുകയാണ്. വഴി നീളെ നല്ല ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കും ഉണ്ട്. അതുപോലെ കച്ചവടങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. സൈക്കിളുകളിലും തലങ്ങും വിലങ്ങും ചുറ്റിക്കറങ്ങി ചെങ്കുത്തായ മരണക്കിണറിൽ നടത്തുന്ന ജീവൻ മരണ പോരാട്ടം. കൈകാലുകൾ വിട്ടുമുയർത്തിയും ചുറ്റിക്കറങ്ങുന്ന കാറിന്റെ അമ്പലത്തിനുള്ളിൽ നടക്കുന്ന ചടങ്ങുകൾ നമുക്ക് പുറത്തിരുന്ന് കാണാനുള്ള ഡിസ്പ്ലേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തിന് പുറത്തുള്ള ലൈറ്റ് അറേഞ്ച്മെന്റും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഇത് അമ്പലത്തിനുള്ളിലെ കാഴ്ചയാണ്. ആറാട്ട് കഴിഞ്ഞ് തൊഴുകുന്നവരാണ് ഇവർ. അമ്പലത്തിന് ചുറ്റും 21 വട്ടം വലം വയ്ക്കുന്നുണ്ട്. ഓരോ വട്ടം വലം വയ്ക്കുമ്പോഴും ഓരോ കഥന പൊട്ടിക്കുന്നുണ്ട്. ധർമ്മർകോവിൽ ദേശവേല കമ്മിറ്റി എല്ലാ വർഷവും ഇതുപോലെ മനോഹരമായ ഒരു രഥം കൊണ്ടുവരാറുണ്ട്. ഈ വർഷവും അതിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല, ഒരു കോട്ടവും പറ്റിയിട്ടില്ല. മുക്കന്നം ദേശത്തിന്റെ രൂപങ്ങളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ രൂപങ്ങളിലെ വിവിധ വേഷങ്ങളുടെ അതിന്റെ കൂടെയുണ്ട്. അരകുറിച്ചു ഉദയർക്കുന്ന ഭഗവതി ക്ഷേത്രത്തില് ഈ വർഷത്തെ ഉദയർക്കുന്നമ്മയുടെ മഹോത്സവത്തിന്റെ മണ്ണാർക്കാട് പൂരത്തിന്റെ കൊടി ക്ഷേത്രത്തിനകത്ത് കൊടിയിറങ്ങിയിരിക്കുകയാണ്. ഈ വർഷത്തെ മഹോത്സവത്തിന് സമാപനം കുറിച്ചിരിക്കുകയാണ്. കടലാസ് കൊണ്ട് മഴ പെയ്യിക്കുന്ന നടത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് അനുവദിച്ച സമയം മാത്രം എടുത്തുകൊണ്ട് നിങ്ങളുടെ പരിപാടികൾ അവതരിപ്പിക്കുവാൻ. അങ്ങനെ ഉദയർകുന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന മണ്ണാർക്കാട് പൂരം കഴിഞ്ഞ് മടങ്ങിയാണ് ഞങ്ങൾ. ഒരുപാട് ഇടവഴികളുണ്ട് നമുക്ക് മെയിൻ റോഡിലേക്ക് എത്താനായിട്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ഇടവഴി നോക്കി നടന്നതാണ്. ഒരു വഴിക്ക് നടന്ന ഒരു അറ്റെത്തിയപ്പോൾ ഒരു വീടായിരുന്നു. നമ്മൾ അറിയുന്ന വഴികളാണെങ്കിലും ഒരുപാട് ഊടുവഴികളുണ്ട് ഇതിലൂടെ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നടന്ന് ദേ ഞങ്ങൾ മെയിൻ റോഡെത്തി. നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് KTDCയുടെ ആഹാർ കഫേ ഉണ്ട്. അവിടെ നിന്ന് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇതുപോലെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് എല്ലാം നമുക്ക് ലഭിക്കും. ഞങ്ങളുടെ കൂടെ മേമ്മയും വല്യമ്മയൊക്കെ ഉണ്ട്. പൂരത്തിന് പോകുന്നത് നമ്മുടെ ഉറ്റവരെയൊക്കെ കാണാൻ കൂടി വേണ്ടിയിട്ടാണല്ലോ. ഇതെല്ലാം കൂടി ആവുമ്പോഴാണ് നമ്മുടെ ആഘോഷം കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ ഈ വർഷത്തെ മണ്ണാർക്കാട് പൂരം അവസാനിച്ചു. ഇനി നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം.